മൂന്നാമത്തെ ചോദ്യം ലാബ് 3 ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഒന്നാമത്തെ ചോദ്യം ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻസ് ആൻഡ് ഫൈൻഡ് ദെയർ ഡൊമൈൻ ആൻഡ് റേഞ്ച്. താഴെ പറഞ്ഞിരിക്കുന്ന 4 ഫംഗ്ഷനുകളുടെയും ഗ്രാഫ് വരച്ച് അതിൻ്റെ ഡൊമൈനും റേഞ്ചും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻ എ x² - 6x + 7. നമ്മൾ ജിയോജിബ്ര വിൻഡോയിൽ ഈ ഗ്രാഫ് വരയ്ക്കുന്നു. x², x ഷിഫ്റ്റ് 6 2 -6x + 7 എന്ന് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. f(x) = x² - 6x + 7 ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡൊമൈനും റേഞ്ചുമാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്കറിയാം ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഈ ഗ്രാഫിൽ കൂടി നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന എക്സ് വാല്യൂസ് അത് -∞ മുതൽ +∞ വരെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ഡൊമൈൻ ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അതുപോലെ ഇതിൻ്റെ റേഞ്ച് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ y വാല്യൂസ് തുടങ്ങിയിരിക്കുന്നത് -2 നിന്നുമാണ്. ഈ ഗ്രാഫിൽ കൂടി നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന y വാല്യൂസ് -2 മുതൽ ∞ വരെയുള്ള വാല്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ -2 ∞. ഇതാണ് നമ്മൾ പേപ്പറിൽ എഴുതേണ്ടത്. ഗ്രാഫ് വരയ്ക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മൾ ഗ്രാഫ് വരച്ചാൽ മതി. രണ്ടാമത്തെ ചോദ്യം എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ്. നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ നമുക്കറിയാം ഫ്ലോർ ആണ് കമാൻഡ്, FLOOR ഫ്ലോർ എക്സ്, എൻ്റർ അടിക്കുന്നു. നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ ഒന്ന് ഹൈഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്നുള്ള ആ ഫംഗ്ഷൻ. ഇതിൻ്റെ ഡൊമൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്സ് വാല്യൂസ് ആയിട്ട് നമുക്ക് എല്ലാ റിയൽ നമ്പേഴ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡൊമൈൻ ആണ്. റേഞ്ച് അതായത് y വാല്യൂസ് ആയിട്ട് 0 മുതൽ 1 വരെയുള്ള വാല്യൂസ് മാത്രമേ കാണുന്നുള്ളൂ. ആ വാല്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡൊമൈൻ ആറും റേഞ്ച് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 1 0യിൽ തുടങ്ങിയിട്ട് 1ന് താഴെ വരെയുള്ള വാല്യൂസ് അതാണ് നമ്മളിവിടെ റേഞ്ചായിട്ട് കാണുന്നത്. ഇമേജായിട്ട് ഇവിടെ 1 വരുന്നില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. 1ന് താഴെയുള്ള വാല്യൂസ് മാത്രമേ വരുന്നുള്ളൂ. ഇൻറ്റിജർ വാല്യൂസിൻ്റെ എല്ലാം ഇമേജ് 0 ആണ്. വീണ്ടും മൂന്നാമത്തെ ചോദ്യം √(x² - 4). നമ്മൾ സ്ക്വയർ റൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് കൊടുക്കുന്നു SQRT ബ്രാക്കറ്റിൽ x² - 4 എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഗ്രാഫ് മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ ഹൈഡ് ചെയ്യുന്നു. ഇതാണ് √(x² - 4) ഗ്രാഫ്. ഈ ഗ്രാഫിൽ കൂടി നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡൊമൈനായിട്ട് നമ്മൾ കാണുന്നത് -∞ മുതൽ -2 വരെയുള്ള വാല്യൂസും പിന്നെ 2 മുതൽ ∞ വരെയുള്ള വാല്യൂസുമാണ്. അതായത് -2നും 2നും ഇടയ്ക്കുള്ള വാല്യൂസ് ഒന്നും ഇവിടെ ഡൊമൈൻ്റെ അകത്ത് എക്സ് വാല്യൂസ് ആയിട്ട് വരുന്നില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡൊമൈനായിട്ട് എഴുതേണ്ടത് R മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -2 to 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ -∞ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -2 യൂണിയൻ 2 to ∞. -∞ മുതൽ -2 വരെയും പിന്നെ 2 മുതൽ ∞ വരെയും ആ രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ ആറിൽ നിന്നും ഓപ്പൺ ഇൻ്റർവൽ -2 2 മാറ്റിക്കളഞ്ഞാൽ മതി എന്നുള്ള രീതിയിലും നമുക്ക് എഴുതാം. ഇവിടെ നമ്മൾ റേഞ്ചായിട്ട് കാണുന്നത് അതായത് y വാല്യൂസ് ആയിട്ട് കാണുന്നത് 0യിൽ തുടങ്ങിയിട്ട് ∞ വരെയുള്ള വാല്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റേഞ്ചായിട്ട് നമ്മൾ എഴുതേണ്ടത് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ∞ എന്നാണ്. നാലാമത്തെ ചോദ്യം √(1 - x). SQRT ബ്രാക്കറ്റിൽ 1 - x. ഈ ഒരു ഗ്രാഫ് മാത്രം നമ്മൾ ഹൈഡ് ചെയ്യാതെ നിർത്തുന്നു. ഇതാണ് √(1 - x)ൻ്റെ ഗ്രാഫ്. ഇവിടെ നമുക്ക് ഈ ഗ്രാഫിൽ കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഡൊമൈനായിട്ട് -∞ മുതൽ 1 വരെയുള്ള വാല്യൂസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡൊമൈൻ ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവൽ -∞ 1ഉം റേഞ്ചായിട്ട് 0 മുതൽ അതായത് y വാല്യൂ ആയിട്ട് 0 മുതൽ ∞ വരെയുള്ള വാല്യൂസുമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് റേഞ്ചായിട്ട് നമുക്ക് എഴുതാവുന്നത് 0 to ∞. ഡൊമൈൻ -∞ to 1ഉം റേഞ്ച് 0 to ∞ വീണ്ടും ക്വസ്റ്റ്യൻ നമ്പർ 2. ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ ഫ്രം ഇറ്റ്സ് ഗ്രാഫ് ഗിവൺ ബിലോ ആൻഡ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ.
നമുക്കിവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിനകത്തുനിന്ന് ഈ ഗ്രാഫ് വരച്ചിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻപുട്ട് കമാൻഡിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ടു ഗെറ്റ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2, 2x പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2, ഗീവ് ദ ഇൻപുട്ട് കമാൻഡ് ഇഫ് ബ്രാക്കറ്റിൽ എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2, എക്സ് സ്ക്വയർ, 2x പ്ലസ് 1. ഇതുപോലത്തെ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫംഗ്ഷൻ കണ്ടുപിടിച്ച് ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം കാണാനായിട്ട് സാധിക്കും. എക്സിൻ്റെ വാല്യൂ 1ൽ താഴേക്ക് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഗ്രാഫാണ് നമ്മളിവിടെ കാണുന്നത്. പരാബോളയുടെ ഷേപ്പ് അത് ഒരു യൂണിറ്റ് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് 1ഉം അതിന് താഴേക്കും എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. വീണ്ടും 1ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇവിടെ നമുക്ക് കാണാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഒരു യൂണിറ്റ് അപ്വേഡ് ആയിട്ടുള്ള ഗ്രാഫാണ് നമ്മൾ കാണുന്നത്. അതായത് 1നും 2നും ഇടയ്ക്ക് വൈയുടെ വില 1ൻ്റെ നേരെയാണ് നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ, അതായത് ഫ്ലോർ ഫംഗ്ഷൻ വരുന്നത്. അത് ഒരു യൂണിറ്റ് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നു. അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനോട് കൂടിയിട്ട് 1 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഗ്രാഫാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഫംഗ്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുത്തു നോക്കാവുന്ന കമാൻഡ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ പ്ലസ് 1, ഫ്ലോർ എക്സ് പ്ലസ് 1 കൊടുത്ത് നമ്മൾ എൻ്റർ അടിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ആ ഗ്രാഫ് തന്നെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അതായത് ഇതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതുന്നു എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1, എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 1, ഫ്ലോർ എക്സ് പ്ലസ് 1, എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ആ ഇൻപുട്ട് കമാൻഡ് ഇഫ് ബ്രാക്കറ്റിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ പ്ലസ് 1, അതായത് കോമ ഇട്ടിട്ട് നമ്മൾ വീണ്ടും അടുത്ത ഫ്ലോർ എക്സ് പ്ലസ് 1, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നാണെങ്കിൽ അതർവൈസ് എന്നുള്ള രീതിയിലാണ് അതിവിടെ ഓൾജിബ്ര വ്യൂവിൽ വന്നിരിക്കുന്നതെന്നും നമുക്ക് കാണാം.